ഒരു തത്വത്തിൻ്റെ പേരിലാണ് എന്നെപ്പോലുള്ളവർ പിണറായി മന്ത്രിസഭ തുടരരുത് എന്നാഗ്രഹിച്ചത്. പ്രധാനമായും ബംഗാളിലെ സ്ഥിതി കണ്ടിട്ട് നമുക്ക് പേടിയാവുന്നു. ഇടതുപക്ഷം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരുന്നു. ഭരണം തുടർന്നുകൊണ്ടിരുന്നാൽ ആ സ്ഥിതി ഒരു സ്റ്റാറ്റസ് കോ അങ്ങ് നിലനിൽക്കും. ഒരു കാര്യത്തിലും ഒരു മാറ്റവുമില്ല, എല്ലാം അതേപോലെ പോവും. ഇസ്രായേലിൽ കയറി ഹമാസ് കയറി ആക്രമിച്ചതിൻ്റെ ഒരു റീസണായിട്ട് സിൻവർ അന്ന് പറഞ്ഞിരുന്നത് അതാണ്. എല്ലാം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പോകുന്നു. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങളും ഒന്നും നടക്കില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഇല്ലാതാക്കണം, പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോഴെന്തായി? എല്ലാം മുച്ചൂടും മുടിച്ച് ആ ഗാസ എന്ന് പറയുന്ന അവിടുത്തെ മനുഷ്യരാശി, അവിടുത്തെ മനുഷ്യവംശം മുഴുവൻ കുളം തോണ്ടുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു. ആ മധ്യപൂർവ്വദേശം മുഴുവൻ പ്രശ്നത്തിലായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കൃതാനർത്ഥം. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇങ്ങനെയൊന്നും വരരുത്. നമുക്കറിയാം ബംഗാളിലെ സ്ഥിതി വരരുത്, ഗാസയിലെ സ്ഥിതിയും വരരുത്. നമുക്കിവിടെ ഒരു മാറ്റം വേണം, ഇടതുപക്ഷം വേണം. അത് സജീവമായും സുശക്തമായും നിൽക്കുന്നൊരു ഇടതുപക്ഷം വേണം. അതിന് ഭരണം ഒരു നല്ല കാര്യമല്ല. ഭരണമുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. ആ സ്ഥാനം BJP ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ അതും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇടതുപക്ഷം ഒന്ന് മാറി നിന്നിട്ട്, ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ട് ഈ കോൺഗ്രസ് തന്നെ വരണം, UDF തന്നെ വരണമെന്ന് ആഗ്രഹിച്ചവരാണ് എന്നെപ്പോലുള്ള പലരും. അപ്പോൾ അത് ആ ഒരു തത്വത്തിൻ്റെ പുറത്തുനിന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഇടതുമുന്നണിയെ അല്ലെങ്കിൽ പിണറായിയെയും അതുപോലെ ഈ മുൻ മന്ത്രിസഭയിലുള്ള ആളുകളെയും ഒക്കെ അങ്ങ് വേട്ടയാടി കളയാം, അല്ലെങ്കിൽ അവരെയെല്ലാം ഉപദ്രവിച്ച് കളയാം, അവരെയെല്ലാം അപഹസിച്ച് കളയാം എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതും ശരിയല്ലല്ലോ. അവർ കേരളത്തിലെ ആദരണീയരായ രാഷ്ട്രീയ നേതാക്കളാണ്. അധികാരത്തിൽ നിന്ന് പുറത്തു പോയതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വന്നിട്ടില്ല. അവർക്ക് അവരുടെ നിലനിൽപ്പിനോ അവരുടെ ആ സ്റ്റേച്ചറിന് ഒരു ഭംഗവും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഈ ED പിണറായിയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പിണറായിയാണോ അതോ മകൾ വീണ വിജയൻ അവരുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് റെയ്ഡെന്ന് പറയുന്നു. അപ്പോൾ പിണറായിയെ അല്ല ലക്ഷ്യമിടുന്നത്, മകളെയാണ്. മകൾ ഒരു വ്യവസായി എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെ റെയ്ഡ് നടത്താൻ മാത്രമുള്ള മഹാകുറ്റങ്ങൾ, കോടാനുകോടി രൂപയുടെയൊക്കെ കുറ്റകൃത്യങ്ങൾ വല്ലതും ചെയ്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പാടെ ഈ ചീള് കേസുകളൊക്കെയാണ്. ഈ എക്സാലോജിക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ നക്കാപ്പിച്ച ഒക്കെ കാശാണ്. അതിൻ്റെ കണക്കുകളൊക്കെ കണ്ടിട്ട് ഈ പറയുന്ന വലിയ സംഗതികളൊന്നുമില്ല. അത്രയൊക്കെയാണ് അതിൻ്റെ മാസപ്പടി കേസൊക്കെ. അപ്പോൾ അതൊന്നും ED റെയ്ഡിന് മാത്രം വകുപ്പുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എങ്ങനെയായാലും അതൊരു രാഷ്ട്രീയ കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഉള്ളൊരു അഭിപ്രായ വ്യത്യാസം, ഇപ്പം മുഖ്യമന്ത്രിയുടെ മകള് വിവാഹിതയാണ്. അവർക്ക് നല്ല സ്വന്തമായ കമ്പനിയും വരുമാനവും പണവും ഒക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല ഭർത്താവ് കേരളത്തിലെ മന്ത്രിയുമാണ്. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിക്കുന്നത്? അവർക്ക് സ്വന്തമായിട്ടൊരു വീടൊക്കെ എടുത്ത് വേറെ മാറി താമസിക്കണ്ടേ? അങ്ങനെയല്ല വേണ്ടത്. ഈ വിവാഹം കഴിച്ച മക്കൾ അവർ സ്വന്തമായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അവർ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് അതൊരു ശരിയായ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഈ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലായാലും അതൊരു അപവാദമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപക്ഷെ പിണറായിക്കോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടായിരിക്കാം, സഹായങ്ങൾ ആവശ്യമുണ്ടായിരിക്കാം, മകളുടെ സഹായം ആവശ്യമുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയായാലും ഈ അധികാരസ്ഥാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ മക്കൾ ദൂരെ അകന്നു മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൻ ഗൾഫിലാണ്. അദ്ദേഹം അവിടെ ഏതോ കമ്പനിയുടെയൊക്കെ ഡയറക്ടറോ ഉന്നത സ്ഥാനങ്ങളിൽ ഒക്കെയാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു മകൻ അവിടെ ഇരുന്നാണ് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്ന്. എനിക്കറിഞ്ഞുകൂടാ. എങ്ങനെയായിരുന്നാലും അപ്പം മകനൊരു വിവാദത്തിലും പെടുന്നില്ല. അപ്പോൾ ആ കൂടെ താമസിക്കുന്നു എന്നുള്ളതാണ് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം. ഇപ്പം മകൾ വേറെയാണ് താമസിക്കുന്നത്. മകൾ അവിടെ സ്വന്തമായിട്ട് അവർ ബിസിനസ് ചെയ്യുന്നു. അപ്പം ബിസിനസ് ചെയ്യുമ്പം ഓരോ തരം പ്രശ്നങ്ങളുണ്ട്. അവർ നിയമാനുസൃതവും അല്ലാത്ത കാര്യങ്ങളും പലതും നമുക്കറിയാം. കച്ചവടമാകുമ്പം എന്തെങ്കിലും തിരിമറികളും ഇതൊക്കെ സ്വാഭാവികമാണ് താനും. അതൊന്നും ഇല്ലാതിരിക്കുകയുമില്ല ഏതൊരു ബിസിനസ്സാണെന്ന് പറഞ്ഞാലും. അപ്പോൾ അതൊക്കെ ആ നിയമപരമായി അത് കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് വിരോധമില്ല താനും. അതപ്പം മുഖ്യമന്ത്രിയുടെ വസതിയിൽ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലാകുമ്പോഴാണ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ എന്തായാലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മാറി താമസിക്കുന്നതാണ് നല്ലതെന്നാണ്. ഇവിടെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമ്മൾ അങ്ങനെയാണ് സാധാരണ കാണുന്നത്. ചുരുക്കമായിട്ടാണ് മക്കൾ കൂടെ താമസിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക ഇതിപ്പം പ്രത്യേക സാഹചര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാതാനും. എന്തായാലും അതൊരു വിവാദ വിഷയമായി മാറി. പിണറായിയും അതിൽ ആക്ഷേപങ്ങൾക്ക് ഇരയാവുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത.
അപ്പോൾ എപ്പോഴും മാറി താമസിക്കുന്നത് നല്ലതാണെന്നുള്ളത് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ EDയുടെ ഭയങ്കരമായ റെയ്ഡുമൊക്കെ കൊണ്ടുവരാനും അതിന് മാത്രമുള്ളൊരു കാര്യം കുറ്റകൃത്യങ്ങളൊന്നും അവിടെ നടന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ സാമ്പത്തിക ഇടപാടുകൾ. രണ്ടാമത്തെ കാര്യം അവർക്കെതിരെ മാർക്സിസ്റ്റ് പ്രവർത്തകർ അതിശക്തമായ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. ആക്രമണവും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് നല്ലതല്ല. ഈ നിയമപരമായ കാര്യങ്ങളെ നിയമപരമായിട്ട് തന്നെയാണ് നേരിടേണ്ടത്. അക്രമമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളായി തീരും. പിന്നെ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യം ഓർക്കേണ്ടതുമുണ്ട്. ഈ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിൽ ഒരു പരിധിക്കപ്പുറം പോയാൽ ചോദിക്കാനും പറയാനും ഒക്കെ ജനം രംഗത്തിറങ്ങും. അവർ പേടിയും ഭയവും ഒന്നും ഉണ്ടായി എന്ന് വരില്ല എന്നും മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ.